ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എൻ്റർടൈൻമെൻ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് നമ്മുടെ പോപ്പുലർ ഹ്യൂണ്ടായിലാണ്. പോപ്പുലർ ഹ്യൂണ്ടായി എന്ന് വെച്ചാൽ കൊല്ലത്തെ ഡീലർഷിപ്പാണ്. കൊല്ലമാണ് എൻ്റെ സ്ഥലം എന്ന് എല്ലാവർക്കും അറിയാം. കൊല്ലത്ത് കൊട്ടി എന്ന് പറയുന്ന സ്ഥലം വരുന്നുണ്ട്. അവിടെയായിട്ടാണ് നമ്മുടെ ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്, പോപ്പുലർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഏറ്റവും പുതിയ ക്രെറ്റയാണ്. ഇപ്പോൾ ഒരു ഫേസ് ലിഫ്റ്റായിട്ട് ഈ ഒരു വാഹനം ലോഞ്ചായി ഒരുപാട് നാളൊന്നും ആയിട്ടില്ല. അപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ അവിടെ ഇവിടെയൊക്കെയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം ടോപ്പ് എൻഡ് ആയിരിക്കും. പക്ഷേ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് ടോപ്പ് എൻഡ് വാഹനമല്ല, ഒരു മിഡ് വേരിയൻ്റ് ആണ്. അപ്പോൾ ഞാൻ യാദൃശ്ചികമായിട്ട് വിളിച്ചപ്പോഴാണ് ഈ ഒരു വാഹനം സ്റ്റോക്ക് ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞത്. താഴെ ഒരു നമ്പർ നൽകിയിട്ടുണ്ട്. നമ്മുടെ പോപ്പുലർ നമ്പറാണ്, നമ്മുടെ എക്സിക്യൂട്ടീവ് നമ്പറാണ്, നമ്മുടെ കൂട്ടുകാരനാണ് ഇജാസ് എന്നാണ് പേര്. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇജാസിനെ വിളിക്കാവുന്നതാണ്, കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടും. അപ്പോൾ ഞാനത് ക്രെറ്റയുടെ വീഡിയോ ആണ് ചെയ്യുന്നത്. നിങ്ങൾ ചിലപ്പോൾ നോക്കുന്ന ഒരു i20 ആയിരിക്കാം, അല്ലെങ്കിൽ വെന്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ്ട്രാ ആയിരിക്കാം. ഏത് വാഹനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇജാസിനെ വിളിക്കാം. ഡീറ്റെയിൽസ് ഇജാസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഫോണിൽ കൂടെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യാം. അപ്പോൾ തിരുവനന്തപുരം ആണെന്ന് പറഞ്ഞ് വിഷമിക്കൊന്നും വേണ്ട. തിരുവനന്തപുരം, ആലപ്പുഴയിൽ എവിടെയായാലും നിങ്ങൾക്ക് ഫോണിൽ കൂടെ തന്നെ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേരിയൻസിലേക്ക് കിടക്കാം. ഏറ്റവും ബേസ് മോഡൽ ഇ എന്നാണ് പറയുന്നത്. സെക്കൻഡ് വേരിയൻ്റ് EX, അതിനുശേഷം എസ് പോകുന്നുണ്ട്, അതിനുശേഷം എസ് ഓപ്ഷൻ. അപ്പോൾ ഈ കിടക്കുന്നത് എസ് ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു വേരിയൻ്റാണ്. അതായത് ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഏകദേശം ഒരു 4ാമത്തെ വേരിയൻ്റ് ആയിട്ട് പറയേണ്ടി വരും. അതിനുശേഷം വരുന്ന വേരിയൻ്റാണ് SX വരുന്നുണ്ട്. പിന്നെ SXന് ശേഷം XX ടെക് എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ് വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ട് SX ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ വേരിയൻറ്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 6-7 വേരിയൻറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നമ്മളെടുത്തത് ഏതാണ്? എസ് ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു 4ാമത്തെ വേരിയൻ്റ് ആയിട്ട് നമുക്കിതിനെ പറയാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വേരിയൻറ്റിൽ ഡീസലും പെട്രോളും നമുക്ക് അവൈലബിൾ ആണ്. അത് കൂടാതെ തന്നെ ഈ വേരിയൻറ്റ് തൊട്ടാണ് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് മാത്രമേ വന്നിട്ടുള്ളൂ, ഓൺ റോഡ് പ്രൈസ് വന്നിട്ടില്ല. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പറയാനായിട്ടുള്ളത്, ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റോട് കൂടി തന്നെ പുതിയൊരു എഞ്ചിൻ ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. 1.5 ടെർബോയാണ്. പെട്രോളിൽ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അത് ടോപ്പിൽ മാത്രമേ കിട്ടുകയുള്ളൂ ആ ഒരു വാഹനം, ആ ഒരു എഞ്ചിൻ ഓപ്ഷൻ. ഏകദേശം എനിക്കൊരു 160 PS അതിന് പവർ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വേരിയൻറ്റ് വേണം എന്നുള്ളവർക്ക് ടെർബോയിലേക്ക് പോകാം. അല്ല നോർമൽ എഞ്ചിൻ മതി എന്നുള്ളവർക്ക് ഡീസൽ ഓപ്ഷൻ ഉണ്ട്, പെട്രോൾ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഞാനൊരു കാര്യം ആദ്യം തന്നെ ഏറ്റവും ബേസ് മോഡൽ എക്സ്ഷോറൂം പ്രൈസ് പറയാം. ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കോട്ടെ. ഏറ്റവും ബേസ് മോഡലാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു എനിക്കൊരു 10,90,000 സംതിങ് അതിന് എക്സ്ഷോറൂം പ്രൈസ് വരുന്നുണ്ട്. ഓൺ റോഡിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഏകദേശം എനിക്കൊന്ന് 13-25 ആ റേഞ്ചിലൊക്കെ പോകും. ഈ ഓൺ റോഡ് എന്നുള്ളത് കറക്റ്റ് അല്ല. ഞാൻ തന്നെ ഒന്ന് കൂട്ടി നോക്കി പറഞ്ഞതാണ്. ആരും വിളിച്ച് കൊടുക്കണം, അടിയൊന്നും ഉണ്ടാക്കില്ല. ഞാൻ ആ പ്രൈസാണ് പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് അറിയാൻ വേണ്ടി പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ അത് പെട്രോളിൻ്റെ പ്രൈസാണ് 10,99 ആ റേഞ്ച്, 90 ആ റേഞ്ച് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ തന്നെ ഡീസൽ ബേസ് മോഡലാണെങ്കിൽ ഏകദേശം ഒരു 12,44 വാഹനത്തിന് എക്സ്ഷോറൂം പ്രൈസ് ഉണ്ട് ബേസ് മോഡൽ. അപ്പോൾ അതും എക്സ്ഷോറൂം പ്രൈസ് തന്നെയാണ്. ഓൺ റോഡ് പ്രൈസ് ഞാൻ വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ ഒരു 12,44 ഏകദേശം 2.5 ലക്ഷം രൂപ പ്ലസ് ഇട്ട് കൂട്ടി നോക്കി അത്ര ആയിരിക്കാം വരാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇത് എസ് ഓപ്ഷനാണ്. ഇത് പെട്രോൾ മാനുവൽ ആണെങ്കിൽ 14,32,000 എക്സ്ഷോറൂം പ്രൈസ് ഈ വേരിയൻറ്റിന്. ഇതിൻ്റെ തന്നെ പെട്രോൾ ഓട്ടോമാറ്റിക്കിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാലോ ഏകദേശം 15,82,000 രൂപ എക്സ്ഷോറൂം പ്രൈസ് വരുന്നു. പിന്നെ നമുക്ക് ഡീസലിലേക്ക് പോകാം. ഡീസൽ മാനുവൽ ആണെങ്കിൽ 15,82 എക്സ്ഷോറൂം പ്രൈസ് വരുന്നുണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 17,32,000 രൂപ എക്സ്ഷോറൂം പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എക്സ്ഷോറൂം പ്രൈസുകളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എത്രയാണ്? എസ് ഓപ്ഷൻ്റെ പെട്രോൾ മാനുവലിന് 14,32 എക്സ്ഷോറൂം പ്രൈസ്. ഏകദേശം ഒരു 16-50 റേഞ്ചിലൊക്കെ ഓൺ റോഡ് പോകാൻ സാധ്യതയുണ്ട്. എനിക്കത് അറിയില്ല, ജസ്റ്റ് നമ്മൾ ഏകദേശ കണക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത്രയുമാണ് ബേസിക്കായിട്ട് പറയേണ്ട കാര്യങ്ങൾ, അതായത് പ്രൈസിനെ കുറിച്ച്. പിന്നെ നമ്മൾ ഇതിൻ്റെ ടോപ്പിലേക്കൊക്കെ പോയാൽ അഡാസൊക്കെ വന്നിട്ടുണ്ട് പുതിയതായിട്ട്. എഞ്ചിൻ ഓപ്ഷൻ ഓൾറെഡി വന്നെന്ന് ഞാൻ പറഞ്ഞു. 360 ക്യാമറ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്. ടോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ പനോറമിക് സൺറൂഫ് അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ടോപ്പിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അവൈലബിൾ ആണ്. ഡ്യുവൽ സോൺ AC വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മളെല്ലാം കൊണ്ട് കമ്പയർ ചെയ്ത് വെറുതെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ബേസ് മോഡലും ടോപ്പ് എൻഡും ഒക്കെ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്ത് ഞാൻ ഇട്ട് തരാം. അപ്പോൾ ഇതിൻ്റെ ഡിസൈനിലേക്ക് കിടക്കാം. ഇത് ഓവറോൾ നോക്കുന്ന സമയത്ത് ഫ്രണ്ട് പോർഷനിൽ നല്ല രീതിയിലുള്ള മാറ്റം സംഭവിച്ചു. ഈ ഒരു ഹുഡിൻ്റെ പോർഷൻ എടുത്താൽ പോലും ഡിസൈൻ വൈസ് മാറ്റങ്ങൾ സംഭവിച്ചു. പഴയ ക്രെറ്റയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഈ ഒരു രീതിയിലുള്ള കട്ടിങ്സും കാര്യങ്ങളൊന്നും വാഹനത്തിൽ വരുന്നില്ലായിരുന്നു. അപ്പോൾ ഇതിനകത്തേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു വേരിയൻറ്റിൽ ഈ ഒരു വാഹനത്തിൽ അത്യാവശ്യം നല്ല ഹുഡിൻ്റെ പോർഷനിലെ കട്ടിങ്സും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് കുറച്ച് ലൈൻസും കാര്യങ്ങളൊക്കെ വന്നു. ഗ്രില്ലിലേക്ക് പോയി കഴിഞ്ഞാലും ആ ഒരു ഗ്രില്ലിൻ്റെ ഡിസൈനിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു. കുറച്ചുകൂടി നല്ല ബോൾഡായിട്ടുള്ളൊരു ഗ്രില്ലാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുള്ളത്. അത് പുതിയ ഗ്രില്ലിലേക്ക് വരുന്ന സമയത്ത് നല്ല ബോൾഡായിട്ടുള്ളൊരു ഗ്രില്ലാണ് വന്നിട്ടുള്ളത്. ആ ഒരു ഹ്യൂണ്ടയുടെ ലോഗോ നല്ല പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. പിന്നെ ഇതുകൊണ്ട് ഈ ഒരു DR ആണ് കണക്റ്റഡ് ആയിട്ടാണ് പോയിരിക്കുന്നത്. ഇത് ഫുള്ളി വർക്കിംഗ് ആണ് ഈ ഒരു DR. അപ്പോൾ ആ ഒരു രീതിയിൽ ഡിസൈനകത്തൊരു മാറ്റം സംഭവിച്ചു. ടേൺ ഇൻഡിക്കേറ്റർ ആ ഒരു പോർഷനിൽ പ്ലേസ് ചെയ്തത് കാണാം. പിന്നെ ഹെഡ് ലാമ്പിലേക്ക് വരുന്ന സമയത്ത് LED ആണ് ഈ ഒരു വാഹനത്തിൽ ഹെഡ് ലാമ്പ് നൽകിയിട്ടുള്ളത്. ഓട്ടോ ഹെഡ് ലാമ്പാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. പിന്നീട് പറയേണ്ട ഒരു കാര്യം, ബേസ് മോഡൽ തൊട്ട് തന്നെ നമുക്ക് 6 എയർ ബാഗ് ഈ ഒരു വാഹനത്തിൽ കിട്ടും. കമ്പൽസറി, അതായത് മസ്റ്റായിട്ട് കിട്ടുന്നൊരു കാര്യമാണ്. അതുപോലെ
4 ഡിസ്ക് ബ്രേക്ക്, 4 ടയറിന് ഡിസ്ക് ബ്രേക്ക് ബേസ് മോഡലിൽ തന്നെ കിട്ടും. 4 ഡോർ പവർ വിൻഡോ, 4 ഡോർ പവർ വിൻഡോ ബേസ് മോഡലിൽ തന്നെ കിട്ടുന്നതായിരിക്കും. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ബേസ് മോഡലിൽ തന്നെ കിട്ടുന്നതായിരിക്കും. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ബേസ് മോഡൽ തൊട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ബേസ് മോഡൽ വാഹനം തൊട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ബേസ് മോഡലിലെ വീഡിയോസ് ഞാൻ നോക്കട്ടെ, അറേഞ്ച് ചെയ്തിടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്താൽ വാഹനം ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല, ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് റെഡിയാക്കാം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ താഴ്ഭാഗത്തായിട്ട് നല്ലൊരു എയർ ഇൻടേക്കൊക്കെ നൽകിയിട്ടുണ്ട്, അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബമ്പർ നമ്മൾ ഫുള്ളി എന്താ പറയുക റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ബമ്പറും ഈ ഒരു ഹുഡിൻ്റെ പോർഷൻ എല്ലാം ഫുള്ളി റീഡിസൈൻ ചെയ്തതാണ്. ആ ഒരു എയർ ഡാം യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എയർ ഇൻടേക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു പോർഷനൊക്കെ കണ്ട ഫുള്ളി റീഡിസൈൻ ചെയ്ത് നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ പറയാനായിട്ടൊന്നുമില്ല. ഈ ഒരു വേരിയൻറ്റിൽ ഇപ്പോൾ 360 ഡിഗ്രി ക്യാമറ ഒന്നും വരുന്നില്ല. അഡാസ് ഫീച്ചേഴ്സ് ഈ ഒരു വേരിയൻറ്റിൽ വരുന്നില്ല. ടോപ്പിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്കതൊക്കെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ. അപ്പോൾ ഈ ഒരു സൈഡ് പ്രൊഫൈലിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. ഒരു പഴയ വാഹനം എങ്ങനെയാണ് ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ നൽകിയിട്ടുള്ളത്. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കിടക്കുന്നത് ആ ഒരു വൈറ്റ് വാഹനം പഴയ വാഹനമാണ്, പഴയ മോഡലാണ്. അതിനകത്ത് കണ്ട പ്രത്യേകിച്ച് ഒരു ഡിസൈനിലും പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളും ഈ ഒരു സൈഡ് പ്രൊഫൈലിൽ കമ്പനി കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഒരു മാറ്റം നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു ടയർ സൈസാണ്. നേരത്തെ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ 16 ഇഞ്ച് ടയറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നിലവിൽ നമുക്ക് 17 ഇഞ്ച് അവൈലബിൾ ആണ്. നേരത്തെ 17 ഇഞ്ച് വരുന്നത്, പക്ഷേ ഇത് ടോപ്പിൻ്റെ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വേരിയൻറ്റിൽ നിലവിൽ 17 ഇഞ്ച് ടയർ തന്നെ കമ്പനി നൽകിയിട്ടുണ്ട്. അതൊരു മാറ്റമായിട്ട് പറയാം. പിന്നെ അലോയുടെ ഡിസൈൻ മാറിയിട്ടുണ്ട്. അലോയുടെ ഡിസൈനിലും മാറ്റങ്ങൾ സംഭവിച്ചു. അത് നമുക്ക് ഒരു മാറ്റമായിട്ട് നമുക്ക് എടുത്ത് പറയാനായിട്ട് പറ്റും. ബാക്കി ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഇവിടുത്തെ ഒരു ഡിസൈൻ ആയാലും അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ക്ലാഡിങ്ങുകളായാലും എല്ലാം സെയിം തന്നെയാണ്. ഒരു മിററൊക്കെ കണ്ട ആ ഒരു പഴയ വാഹനത്തിൽ വന്ന സെയിം മിറർ തന്നെയാണ് ഇതിൽ നിലവിൽ വന്നിട്ടുള്ളത്. അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്ററൊക്കെ വരുന്നുണ്ട്. റൂഫ് റെയിൽ നൽകിയിട്ടുള്ളത് കാണാം. ആ ഒരു പഴയ ഡിസൈൻ പാറ്റേൺ തന്നെയാണ്. ഈ ഒരു ഗ്ലോസി ഫിനിഷൊക്കെ നമുക്ക് പഴയ വാഹനത്തിൽ വരുന്നത് തന്നെയാണ്. അതും ഈ ഒരു വാഹനത്തിൽ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു 4 ടയറിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആണ്. ടയർ സൈസിലേക്ക് പോയാൽ ഞാൻ പറഞ്ഞു ഓൾറെഡി അപ്പോളോയുടെ ടയറാണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാ വേരിയൻറ്റിലും ഇപ്പോൾ അപ്പോളോ ടയർ തന്നെ കിട്ടണം എന്ന് നിർബന്ധം പിടിക്കരുത്. മാറ്റങ്ങൾ സംഭവിക്കാം അതിനകത്ത്. വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു സൈഡ് പ്രൊഫൈലിൽ പറയാം. അത്യാവശ്യം വലിപ്പം വരെ ഗ്ലാസ് ഏരിയയൊക്കെ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. അവിടെ നിന്ന് നമുക്ക് നേരെ റിയർ സൈഡിലേക്ക് വരാം. വേണ്ട, ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ റിയർ പ്രൊഫൈൽ. അപ്പോൾ നല്ല രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചു. റിയർ സൈഡ് ഫുള്ളി റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടോപ്പിലേക്ക് നോക്കുമ്പോൾ ഷാർപ്പിൻ ആൻറ്റിനെ കാണാം. ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് നൽകിയിട്ടുണ്ട്. ഡിഫോഗുള്ള റിയർ വൈപ്പർ നമുക്ക് വരുന്നുണ്ട്. ടെയിൽ ലാമ്പിൽ മാറ്റം സംഭവിച്ചു. ഫുള്ളി LED ആയിട്ടുണ്ട്. അതുപോലെ കണക്റ്റഡ് ആയിട്ടുള്ളൊരു ടെയിൽ ലാമ്പാണ് നൽകിയത്. നിലവിലുള്ള പല വാഹനങ്ങളിലും ഈ ഒരു രീതിയിലാണ് ടെയിൽ ലാമ്പ് പല ബ്രാൻഡുകൾ നൽകാറുള്ളത്. അത് ഇവരും അതുപോലെ തന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല രസമുണ്ട്. ഒരു ഗ്ലാസ് പോലെ തോന്നുന്നൊരു ഡിസൈനാണ് അത് നൽകിയിട്ടുള്ളത്. കണ്ട അതിനുള്ളിലായിട്ടാണ് ആ ഒരു ഹ്യൂണ്ടയുടെ ലോഗോ നൽകിയിട്ടുള്ളത്. ഇതിന് എന്തെങ്കിലുമൊക്കെ പേരുകൾ ആ ഒരു കമ്പനിയായിട്ട് പറയുന്നുണ്ടെങ്കിൽ നമ്മളത് ചോദിച്ചിട്ടില്ല. അപ്പം ഞാൻ ജസ്റ്റ് എനിക്ക് മനസ്സിലായതുപോലെ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അവിടെ. പിന്നെ ഈ ഒരു ഏരിയയിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ നൽകിയിട്ടുണ്ട്. പിന്നെ ലൈറ്റിൻ്റെ ഡിസൈൻ കാണാം. ഈ ഒരു പോർഷനിലും കമ്പനി നൽകിയിട്ടുണ്ട്. സെൻസർ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. ആ ഒരു ബമ്പറൊക്കെ ഫുള്ളി റീഡിസൈൻ ചെയ്തു. അപ്പോൾ എത്രയൊക്കെയുള്ളൂ നമുക്ക് ഈ ഒരു പോർഷനിൽ പറയാം. ജസ്റ്റ് ഒന്ന് ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. പാർസൽ ട്രേ വരുന്നുണ്ട്. 60-40 സ്പ്ലിറ്റിംഗ് ആണ് സീറ്റിന് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഞാൻ സ്പെയർ ടയറോട് ഒന്ന് കാണിച്ചു തരാം. കണ്ട ഈ ഒരു പോർഷനിലായിട്ട് സ്പെയർ ടയർ കൂടി കമ്പനി നൽകിയിട്ടുണ്ട്. അപ്പോൾ സ്പെയർ ടയർ അലോയി ഒന്ന് കിട്ടും എന്നൊന്നും ആരും പ്രതീക്ഷിക്കരുത്. നോർമലി വരുന്നൊരു ഇത് മാത്രമേ അതിനകത്ത് കിട്ടുകയുള്ളൂ. എല്ലാ ബ്രാൻഡുകളും അങ്ങനെയൊക്കെ തന്നെയാണ്. അപൂർവമായിട്ടുള്ള ഏതെങ്കിലും ബ്രാൻഡുകളിലേ കാണുള്ളൂ അലോയൊക്കെ വരുന്നത്. ഷാർപ്പിൻ ആൻറ്റിനെയും ടോപ്പിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ വേറെ കാര്യങ്ങളും നമുക്ക് ഈ ഓവറോൾ ഈ പുറമേ നിന്ന് പറയാനായിട്ടൊന്നുമില്ല. ആ ഒരു ഫ്രണ്ടിലെ ഡിസൈനിലും അത് റിയർ സൈഡിലെ ഡിസൈനിലുമാണ് പ്രധാനപ്പെട്ട മാറ്റം സംഭവിച്ചത്. ബാക്കി സൈഡ് പ്രൊഫൈലിലൊന്നും യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളും ഈ ഒരു വാഹനത്തിൽ വന്നിട്ടില്ല. ഇനി അകത്തേക്ക് പോകാം. കീലെസ് എൻട്രി നമുക്ക് അവൈലബിൾ ആണ്. അകത്തോട്ട് കയറുന്നതിന് മുമ്പ് കീ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് കീയുടെ ഡിസൈനിലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പഴയ ഒരു കീ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഡോർ പാഡിലേക്ക് വരാം. ഡോർ പാഡിലേക്ക് വരുന്ന സമയത്ത് കണ്ടോ, ഇതാണ് വാഹനത്തിൻ്റെ ഡോർ പാഡ് ഡിസൈൻ. ഒരു 2-3 കളറിൻ്റെയൊക്കെ കോമ്പിനേഷൻ വരുന്നുണ്ട്. ഫുള്ളി ലൈറ്റ് ആയിട്ടുള്ള കളർ തീമാണ് നൽകിയത്. 4 ഡോർ പവർ വിൻഡോയും മിറർ ഇലക്ട്രിക് കൺട്രോൾ ഓപ്ഷൻസും ഒക്കെ വരുന്നുണ്ട്. എന്നാണ് ഇവിടെ ആയിട്ട് ട്രാക്ഷൻ കൺട്രോളും ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പൊക്കെ വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് നമുക്ക് അവൈലബിൾ. ചെറിയൊരു മാഗ്നറ്റാണ് ഈ നൽകിയിരിക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചാൽ ട്യൂട്ടറിൽ അങ്ങനെ ആയിരിക്കും ഞാൻ വിചാരിച്ചു. ചെറിയൊരു മാഗ്നറ്റാണ്. നമുക്ക് ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അവിടെ ഇതായിട്ട് വെക്കാനായിട്ട് സാധിക്കും. അതായത് ഫോട്ടോസോ അങ്ങനെ എന്തെങ്കിലും മെമ്മറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പോർഷനിലായിട്ട് വെച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത്രേ ഉള്ളൂ അവിടെ പറയാനായിട്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ബേസ് മോഡലിൽ തൊട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി അകത്തേക്ക് വരാം. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഓവറോൾ ഡാഷ്ബോർഡിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. കണ്ടോ, നല്ല രീതിയിലാണ് ഡാഷ്ബോർഡ് ഡിസൈൻ ചെയ്തു. അതായത് ഫുള്ളി റീഡിസൈൻ ചെയ്തേക്കുവാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ്. കണ്ടോ, കളർ പാറ്റേണൊക്കെ കൊള്ളാം.
അതുപോലെ തന്നെ ഡുവൽ സോൺ AC ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ്. അതുപോലെ തന്നെ ഡുവൽ സോണുമാണ് ഈ ഒരു വാഹനത്തിൻ്റെ AC നൽകിയിട്ടുള്ളത്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഫുള്ളി ഡിജിറ്റൽ തന്നെയാണ്. കാരണം ആ ഒരു പാനലൊക്കെ പോയിക്കുന്നുണ്ട്. ഒരേ ലെവലിൽ തന്നെയാണ് അത് നൽകിയിട്ടുള്ളത്. ആ ഒരു ഡിസൈനൊക്കെ പുതുമയുള്ളതാണ്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ആ ഡിസൈൻ പാറ്റേണൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഹ്യുണ്ടായുടെ വാഹനം കണ്ടിട്ടുള്ള ആ ഒരു സെയിം ഡിസൈൻ പാറ്റേൺ തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു സ്റ്റിയറിംഗ് വീൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു ഡിസൈൻ പാറ്റേൺ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു വേരിയൻറ്റിൽ ക്രൂയിസ് കൺട്രോൾ കൂടി നമുക്ക് അവൈലബിൾ ആണ്. അതിന് ഇൻഫോർമേഷൻ സിസ്റ്റത്തിലേക്ക് പോകുന്ന സമയത്ത് റിവേഴ്സ് ക്യാമറ ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ആപ്പ് ക്യാപ്പ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ പാറ്റേണൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഹ്യുണ്ടായി വാഹനങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ആ ഒരു മെനുവിൻ്റെ കാര്യങ്ങളും എല്ലാം. അപ്പോൾ അവിടെ ഒന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും എടുത്ത് പറയാനായിട്ടൊന്നുമില്ല. AC വെൻറ്റിൻ്റെ ഡിസൈൻ കൊള്ളാം. ആ ഒരു താഴ്ഭാഗത്തായിട്ട് നൽകിയിട്ടുള്ളത്. അവിടെയും ശകല സ്റ്റോറേജ് സ്പേസ്, ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് അവിടെ വരുന്നുണ്ട്. പിന്നെ 6 എയർ ബാഗിൻ്റെ ആയിരിക്കും ഓൾറെഡി പറഞ്ഞു. ചെറിയ കാർഡ്സും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിൽ വെക്കാനായിട്ട് സാധിക്കും. ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. C ടൈപ്പാണ് അതും നൽകിയിട്ടുള്ളത്. അത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. 12 വാട്ട്സിൻ്റെ ചാർജിങ് സോക്കറ്റും അത്യാവശ്യം സ്പേസ് ഇവിടെ വരുന്നുണ്ട്. എനിക്കൊന്ന് ടോപ്പനിലേക്കൊക്കെ പോകുന്ന സമയത്ത് വയർലെസ് ചാർജിങ് തുടങ്ങിയ ഓപ്ഷൻസൊക്കെ വരും. 6 സ്പീഡ് ഗിയർ ബോക്സ് നൽകിയിട്ടുള്ളതാണ്. ടോപ്പനിലേക്കാണെന്നുണ്ടെങ്കിൽ എനിക്കിത് ഇവിടെ സീറ്റ് വെന്റിലേഷൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിലായിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. അതൊക്കെ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ആംബ്രസ്റ്റ് നൽകിയിട്ടുണ്ട്. സീറ്റിൻ്റെ ഡിസൈനൊക്കെ കണ്ട അതൊക്കെ കൊള്ളാം. പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഇവിടെ പറയാനായിട്ടൊന്നുമില്ല. ടോപ്പിലേക്ക് പോകുന്ന സമയത്ത് മിറർ നമ്മൾ മാനുവലി കൺട്രോൾ ചെയ്യണം. ഇവിടെയായിട്ട് സൺഗ്ലാസ് ഹോൾഡർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പനോർമിക് സൺറൂഫാണ് ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി നൽകിയിട്ടുള്ളത്. അതുകൂടി ഞാൻ എടുത്ത് പറഞ്ഞേക്കാം. വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ, അതായത് ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു ഡാഷ്ബോർഡിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ടൊന്നും വരുന്നില്ല. അകത്തേക്ക് കയറുന്ന ചെറിയ മൈന്യൂട്ടായിട്ടുള്ള 1-2 മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം, ആംബ്രസ്റ്റ് വന്നു എന്നുള്ളതാണ്. നേരത്തെ ആംബ്രസ്റ്റ് ഒന്നും വരുന്നില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു പേരിന് നിലയിൽ ആംബ്രസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. 2 കപ്പ് ഹോൾഡർ കൂടി നൽകിയിട്ടുണ്ട്. ഹെഡ് റെസ്റ്റൊക്കെ ഞാൻ പറഞ്ഞു ബേസ് മോഡൽ തൊട്ട് തന്നെ നമുക്ക് ഒരു അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കിട്ടുന്നതായിരിക്കും. പിന്നെ പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ടൈപ്പ് C ചാർജിങ് പോർട്ട് നേരത്തെ മറ്റേ സോക്കറ്റ് പോലത്താണ് നൽകിയിരുന്നത്. നിലവിൽ ഇപ്പോൾ അത് ടൈപ്പ് C ആക്കിയിട്ടുണ്ട്. അവിടെ തന്നെ ഫോൺ വെക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. റിയർ AC വെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ സ്കൂപ്പ് രീതിയിലേക്കാണ് സീറ്റ് ഡിസൈൻ ചെയ്തത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ പറയുന്നത് സൺ ബ്ലൈൻഡ് കണ്ടോ, വാഹനത്തിൽ സൺ ബ്ലൈൻഡ് നൽകിയിട്ടുണ്ട്. നിലവിൽ നമുക്ക് ഫിലിമൊന്നും ഓടിക്കാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. റിയർ സീറ്റിൽ ഇരിക്കുന്നവർക്കൊരു പ്രൈവസി കിട്ടും. പിന്നെ ഈ ഒരു പോർഷനിലൊക്കെ ഡിസൈനൊക്കെ ഉണ്ട്. ഇതൊക്കെ കൊള്ളാം. നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. കണ്ടോ, അതൊക്കെ കൊള്ളാം. വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഈ ഒരു പോർഷനിലൊന്നും പറയാനായിട്ട്. ഡോർ പാഡിലൊക്കെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പറയാൻ. ഈ ഒരു സൺ ബ്ലൈൻഡിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടെ നമുക്ക് എടുത്ത് പറയാനായിട്ട് പറ്റുന്ന ഒരു കാര്യം. നമുക്ക് ഇവിടെ നേരെ നമുക്ക് എഞ്ചിനിലേക്ക് പോകാം. എഞ്ചിനിലേക്ക് പോകുന്ന സമയത്ത് ഒരു കാര്യം പറയേണ്ടത്, ഞാൻ പറഞ്ഞ ആ ഒരു പുതിയ എഞ്ചിൻ ഓപ്ഷൻ വന്നത് ഞാൻ പറഞ്ഞു. നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് പറയാം. ഈ ഒരു എഞ്ചിൻ റൂമിലെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓപ്പൺ ചെയ്തോട്ടെ, ഇവിടെ നോക്കിക്കോട്ടെ എഞ്ചിനിലേക്ക്. ഓക്കെ, എഞ്ചിൻ നല്ല വെയിറ്റ് വരുന്നുണ്ട് ഫുഡ് ഓപ്പൺ ചെയ്യുന്നതിനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു എഞ്ചിൻ ബേ വരുന്നത്. അപ്പോൾ എഞ്ചിനിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ 3 എഞ്ചിൻ ഓപ്ഷൻ നമുക്ക് നിലവിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഓരോന്നിലേക്ക് നമുക്കൊന്ന് കടക്കാം. എഞ്ചിനിലേക്ക് വരുന്ന സമയത്ത് പെട്രോൾ വരുന്നുണ്ട്. പെട്രോൾ തന്നെ 2 ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ആദ്യം തന്നെ 1.5 നോർമൽ എഞ്ചിൻ പറയാം, 4 സിലിണ്ടർ 111 HP 143 Nm ടോർക്കും. ഡീസലാണെങ്കിൽ 1.5 ഡീസൽ എഞ്ചിൻ 116 HP 250 Nm ടോർക്കും. പിന്നെ അതിൻ്റെ തന്നെ ടെർബോ എഞ്ചിനാണെന്നുണ്ടെങ്കിൽ 1.5 160 PS 253 Nm ടോർക്കും. അപ്പോൾ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് ടെർബോയിൽ വരുന്നത്. അപ്പോൾ പവർഫുൾ എഞ്ചിൻ വേണം എന്നുള്ളവർക്ക് ടെർബോ ചൂസ് ചെയ്യാവുന്നതാണ്. വേറൊന്നുമില്ല ഇതിനകത്ത് പറയാനായിട്ട്. ഇപ്പോൾ കണ്ടോ, ഇത്രയുമാണ് നമ്മുടെ ക്രെറ്റയുടെ വിശേഷങ്ങൾ. ഇതിനകത്ത് ഇപ്പോൾ ഒരുപാട് അങ്ങ് വിശദീകരിച്ച് പറയേണ്ട കാര്യമൊന്നും വരുന്നില്ല. നമുക്കിനി മറ്റുള്ള വേരിയൻ്റുള്ള വീഡിയോസ് കൂടി വരുന്നതിനനുസരിച്ച് നമുക്ക് ചെയ്തിടാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലെ ഉപയോഗപ്പെടുന്ന വീഡിയോ അടുത്ത ദിവസം വരാം. അത് എല്ലാവർക്കും ബൈ.